ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ നമ്മുടെ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ അതിന് സോറി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ നിലവിലെ അവസ്ഥ ഒന്ന് പരിശോധിച്ച ശേഷം കൂടുതൽ ഇന്നത്തെ ലെവൽസിനെ കുറിച്ച് പറയാം. മാർക്കറ്റ് എന്താണ് ടോട്ടലി ഉള്ള അവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ടോട്ടലി ഉള്ള അവസ്ഥ ഓൾ ടൈം ഹൈക്ക് അടുത്ത് വരെ മാർക്കറ്റ് വന്ന ശേഷം ഒരു റിജക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്, അല്ലേ? അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി റെഡ് ക്യാൻഡിൽസ് വന്നേക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റെഡ് ക്യാൻഡിൽസ് വന്ന സമയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ നോക്കിയേ, കഴിഞ്ഞ ഈ ഒരു ഫേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽസ് വന്നപ്പോഴത്തേക്ക് 3 ദിവസം വന്നപ്പോഴത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്തു. എത്രയോ ദിവസങ്ങൾ ടോപ്പ് സെല്ലിങ് നടന്ന ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത്. ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു സെല്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പാറ്റേൺ നമുക്ക് സിമിലർലി മേ ബി പ്രതീക്ഷിക്കാം. കണ്ടില്ലേ, കണ്ടിന്യൂസ്ലി 3 ദിവസം സെല്ലിങ് നടന്നു ആൻഡ് തിരിച്ച് മാർക്കറ്റ് അപ്സൈഡ് പോയി ആൻഡ് വീണ്ടും ഡൗൺ സൈഡ് വന്നു ആൻഡ് അപ്സൈഡ് പോയി. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. സിമിലർ പാറ്റേൺസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കേണ്ട, ഈ ഒരു ഏരിയ ഒരു ടോട്ടലി നമുക്ക് ഒരു ഫിഗർ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു 25,849 അല്ലെങ്കിൽ 850 എന്നുള്ള ഈ റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യേണ്ടത് ഇനിയുള്ള ഒരു അപ്പർ മൂവ്മെൻറ്റ്സിന് എന്താ പറയുക, ഒരു അർജൻസിക്ക്, ഒരു വയേഴ്സിന് അർജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സോണിലേക്ക്, ഈ ഒരു ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇനി നോക്കി കാണേണ്ടതാണ്. കാര്യം ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് കൂടുതൽ ഗ്ലോബലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ച് നല്ല രീതിയിൽ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളിലെ ഒരു ടോട്ടൽ അവസ്ഥ നമുക്ക് നോക്കാം. US മാർക്കറ്റ്സ് അത്യാവശ്യം പിടിച്ചു നിൽപ്പുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചത്തെ സെല്ലിങ്ങിൽ നിന്ന് മാർക്കറ്റ് മറികടക്കാനായിട്ട് വരുന്നുണ്ട്. ഡോ ജോൺസ് ഫ്യൂച്ചറും S&P 500 നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിൽപ്പുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സും തരക്കേടില്ലാത്ത രീതിയിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നുണ്ട് ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഇപ്പോൾ ഒരു 107 പോയിന്റ് സബ്സൈഡ് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ മേ ബി നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജാപ്പനീസ് മാർക്കറ്റ്, ഹാങ്സങ്, തായ്വാൻ എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷനാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മേ ബി നിഫ്റ്റി ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഒരു ഏരിയയാണിത്. സോ നമുക്കിവിടെ കുറച്ച് ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന സോൺസിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സെല്ലിംഗ് പ്രഷർ നേരിടേണ്ട സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ഏരിയ മാർക്കറ്റ് മറികടക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. 26,000 എന്ന് പറയുന്നത് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ വീണ്ടും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയ കടന്നു കിട്ടിയാൽ മേ ബി ഇന്നത്തെ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ മേ ബി 25,700 ആൻഡ് 25,465 എന്നുള്ള ഈ ഒരു സിഗ്നലിലേക്ക് മാർക്കറ്റ് പോസിബിളി എത്തും. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ നമുക്കിപ്പം പോസിറ്റീവ് ആണ് എന്ന് ഇന്നത്തെ മാർക്കറ്റ് എന്നുള്ള ഒരു വ്യൂവിലാണെങ്കിൽ 26,000 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യട്ടെ എങ്കിൽ ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു ടെസ്റ്റിംഗ് മാർക്കറ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ടോട്ടൽ പിക്ചർ എന്ന് പറയുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെ കഴിഞ്ഞ ദിവസം വ്യൂ നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഏരിയ കടന്നു കിട്ടണം. 59,400 എന്നുള്ള സോണ് കടന്നു കിട്ടിയാൽ ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് ചെയ്താൽ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. 60,000 മാർക്കറ്റ് മാർച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ഉണ്ട്. കാര്യം ഇതൊരു നല്ല സെല്ലിംഗ് പ്രഷർ നേരിട്ട മേഖലയാണ്. സോ ഇത് കടക്കുന്നവരെയും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യകത നിലവിലില്ല. ജസ്റ്റ് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെന്റം തരട്ടെ. പിന്നെ എന്തെങ്കിലും സ്റ്റോക്സിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ റിസൾട്ട് ഉള്ളത് സ്റ്റക്സിൻ്റെ റിസൾട്ടാണ്. അറിയാം, ഹെൽമെറ്റ് IPO വന്ന സ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് ടിപ്ന ഫാർമാക്കൻ, ഒനിക്സ് സോളാർ, ശാരദ പ്രോട്ടീൻ എന്ന കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. എയർടെലിൽ പ്രൊമോട്ടർ കുറച്ച് സ്റ്റേക്ക് സെൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3.43 crore ഷെയറാണ്. ഒരു ബ്ലോക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് CNBC TV ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ NCC ആണ്. NCCയിലെ ന്യൂസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതാണ്. ആസാമിലെ പബ്ലിക് വർക്ക് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നത്. ഗുവാഹട്ടി മെഡിക്കൽ കോളേജിൻ്റെ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു NCCക്ക് ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. അത് 2062 കോടിയുടെ പ്രൊജക്റ്റാണ്. കുറച്ച് വലിയ പ്രൊജക്റ്റാണ്. ഓക്കെ. ആൻഡ് ജയന്ത് ഇൻഫാടെക് ഉള്ള ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്.
കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ നിന്നാണ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റാണ് വന്നിരിക്കുന്നത്. 161 കോടിയോളം വരുന്ന വലിയൊരു പ്രൊജക്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട് സൈഡസ് ലൈഫ് സയൻസിലാണ്. സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USFDA ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഫോർ വെറാപ്പിൽ ഹൈഡ്രോക്ലോറൈഡ് എക്സ്റ്റൻഡർ റിലീസ് ടാബ്ലറ്റ്സ് USP. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട് ടാബ്ലറ്റിൻ്റെ. പിന്നെ നെൽക്കോയ്ക്കുള്ള ന്യൂസ് ഉണ്ട്. അഡീഷണൽ ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട്. അടുത്തൊരു 10 കൊല്ലത്തേക്കാണ് അത് VSAT സർവീസ് സെല് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്, ഓതറൈസേഷനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെയുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. പ്രപത് കിരണിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അടുത്തൊരു 3 കൊല്ലത്തേക്കാണ് നിയമിച്ചിട്ടുള്ളത്. പിന്നെ RCF ന്യൂസ് ഉള്ളത്, RCFന്റെ ഒരു അഡീഷണൽ ചാർജ് ഓഫ് CMDയുടെ ആയിട്ട് നസ്ഹത്ത് ജയ്ഷേഖിനെ 6 മാസത്തേക്ക് കൂടെ അഡീഷണൽ ചാർജ് കൊടുത്ത് നിയമിച്ചിട്ടുള്ള കാര്യങ്ങളും നിലവിൽ ഉണ്ട്. ഓക്കെ, ഇത്രയധികം പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു വോളറ്റിലിറ്റി ഉള്ള ദിവസം എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവേണ്ട ദിവസമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് ശേഷം മാത്രമേ ഞാൻ കുറച്ചധികം സ്റ്റോക്സിലേക്ക് പോകത്തുള്ളൂ. ഇന്നലെയൊക്കെ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ നമുക്ക് പരിശോധിക്കേണ്ട കുറച്ച് ചാർട്ടുകളുണ്ടെങ്കിൽ ഒന്ന് കർണാടക ബാങ്ക് ഞാൻ എൻ്റെ ഒരു വ്യൂവിലുണ്ട്. കർണാടക ബാങ്കിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഫോളോ കാൻഡിലോട് കൂടി അപ്സൈഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ 230 ഫസ്റ്റ് ടാർഗറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിലവിൽ 215 ആണ്. ഇപ്പോൾ 230-250 റേഞ്ചിലേക്ക് മാർക്കറ്റ് മാർച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ പുൾ ബാക്സിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഇന്നലെയും സ്ട്രോങ് ആയിട്ട് ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർണാടക ബാങ്ക് ഒരു ഹോട്ട് സ്റ്റോക്കായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോക്കസിൽ വെച്ചേക്കുക കർണാടക ബാങ്ക്. ശേഷം എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് വേറെ നമുക്ക് പരിഗണിക്കുന്ന സ്റ്റോക്കുകളൊന്ന് AU ബാങ്ക് ആണ്. ഇപ്പോൾ AU ബാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റിനടുത്ത് AU ബാങ്ക് എത്തിയിട്ടുണ്ട്. സോ ഇത് കുറച്ചധികം ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ്. ശേഷം മാർക്സൺസ് ഫാർമ, അത് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇത്രയും ദിവസത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ലാഗിങ് കൊണ്ട് ഇതൊന്നും പെട്ടെന്ന് ടാർഗറ്റ് അടിച്ചിട്ടില്ല, ഹോൾഡിങ് തന്നെയാണ് മാർക്സൺസ് ഫാർമയൊക്കെ. പിന്നെ നമ്മൾ ജംന ഓട്ടോ ചെറിയ റിജക്ഷൻ വരുന്നുണ്ട്. വരട്ടെ, നല്ലൊരു ഏരിയയിൽ നിന്നാണ് റിജക്ഷൻ വരുന്നത്. അതിൻ്റെ ഈ ഒരു ഏരിയ 97 റേഞ്ച് നല്ലൊരു സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഹിന്ദുസിങ്ക്, അങ്ങനെ നല്ല സ്റ്റോക്കുകളെല്ലാം ഒരുപാടുണ്ട്. ബട്ട് നമുക്ക് മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ റേറ്റ് ഗെയിൻ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഉള്ള ഒരു മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് സ്റ്റോക്സുകൾ നല്ല കണ്ടീഷനിൽ നിൽപ്പുണ്ട്. ബട്ട് നമുക്ക് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് നിലവിലില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഹൈ എനർജി ഇതൊക്കെ നല്ല പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന സ്റ്റോക്കുകളാണ്. ഒരു മൂവ്മെന്റിലേക്ക് പോയിട്ടില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായിരിക്കും വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന്. അപ്പോൾ കൂടുതൽ ഏതെങ്കിലും സ്റ്റോക്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും മെസ്സേജ് ചെയ്യാം. എന്തായാലും നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് മാക്സിമം ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.